വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും കശ്മീരിലെ അടക്കം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ പട്ടണങ്ങളെല്ലാം രാത്രി മുഴുവൻ കനത്ത ജാഗ്രത തുടർന്നു. അതിർത്തി മേഖലയിലടക്കം സൈന്യം കനത്ത ജാഗ്രത തുടരുകയാണ്. അർദ്ധരാത്രിക്ക് ശേഷം എവിടെയും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജമ്മു അടക്കമുള്ള അതിർത്തി മേഖലകൾ സാധാരണ നിലയിലേക്ക് പോവുകയാണ്. ഇന്നത്തെ പകലും രാത്രിയും വെടിനിർത്തൽ കരാറിന് നിർണായകമാണ്. ഐശ്വര്യ അതിലുണ്ട് വിശദാംശങ്ങളുമായി. ഐശ്വര്യ, ഇന്നലെ വൈകിട്ടോടെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതാണ്. പക്ഷെ നമ്മൾ കണ്ടു, പിന്നീടും പാഠം പഠിക്കാതെ പാകിസ്ഥാന്റെ പ്രകോപനം തുടർന്നുകൊണ്ടിരുന്നു. നിലവിലത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? നീത സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിർണായകമായ ഒരു പകലും രാത്രിയും അതാണ് നമ്മുടെ മുൻപിലുള്ളത്. കാരണം വെടിനിർത്തൽ കരാർ ഇന്നലെ വൈകുന്നേരം 5 മണിയോടുകൂടി നിലവിൽ വന്നെങ്കിലും രാത്രിയും പാകിസ്ഥാൻ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു പ്രകോപനം ഉണ്ടാകുന്നു. പക്ഷെ അവിടെയൊക്കെ കൃത്യമായി ഇന്ത്യ സംയമനം പാലിച്ചു. പക്ഷെ അവിടെ ഒരു താക്കീത് കൊടുത്തിരുന്നു, ഈ രീതിയിലുള്ള പ്രകോപനം തുടരുന്നത് ശരിയാണോ എന്ന് പാകിസ്ഥാൻ തന്നെ പരിശോധിക്കണം. ഇനിയൊരു പ്രകോപനം ഉണ്ടായാൽ അത് ശക്തമായ ഭാഷയിൽ അതിന് മറുപടി ഉണ്ടാകും. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇന്നലെ വൈകുന്നേരം അത്തരത്തിലൊരു കർശനമായ താക്കീത് അത് ഇന്ത്യ നൽകിയതാണ്. ഇനിയൊരു തരത്തിലും പ്രകോപനം ഉണ്ടായാൽ, ഇനിയൊരു ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ യുദ്ധമെന്ന് കരുതി തിരിച്ചടിക്കുമെന്നുള്ള കനത്ത താക്കീത് ഇന്ത്യ നൽകിയിരുന്നു. മാത്രമല്ല നമുക്കറിയാവുന്ന പോലെ തന്നെ പാകിസ്ഥാന് കനത്ത നാശനഷ്ടം ഈ കഴിഞ്ഞ 4-5 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ലാഹോറും കറാച്ചിയിലും വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് സോഫിയ ഖുറേഷി അടക്കമുള്ളവർ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പാകിസ്ഥാൻ ഉണ്ടായ നാശനഷ്ടങ്ങളെ കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് വളരെ നിർണായകമായൊരു പകല് തന്നെയാണ് കടന്നു പോകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം അത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിർണായക വാർത്താ സമ്മേളനം അത് 11 മണിക്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് ഇനി ഇന്ത്യയുടെ നീക്കം എന്നുള്ളതടക്കം അതിൽ വ്യക്തത വരേണ്ടതുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള കഴിഞ്ഞ ദിവസം പ്രകോപനം ഉണ്ടായിരുന്നു, അത് ഏത് തരത്തിലായിരുന്നു, അത് ഇന്ത്യ എങ്ങനെ നേരിട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു വിശദീകരണം ഉണ്ടാവും. മാത്രമല്ല തുടർ നീക്കങ്ങൾ ഇന്ത്യയുടേത് അത് എങ്ങനെയായിരിക്കും എന്നതും വ്യക്തമാകും. കഴിഞ്ഞ ദിവസം കരസേന, വ്യോമസേന, നാവികസേന എന്നിവർ സംയുക്തമായി വാർത്താ സമ്മേളനം നടത്തി ഇക്കാര്യങ്ങൾ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഇടയ്ക്ക് സംഭവിച്ചതിനെ കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തിയിരുന്നു. മാത്രമല്ല പാകിസ്ഥാന്റെ നുണപ്രചരണങ്ങളെ പാടെ പൊളിച്ചുകൊണ്ട് കൃത്യമായി ഇന്ത്യ മറുപടി നൽകിയിരുന്നു. എന്തായാലും നിലവിൽ രാവിലെ സ്ഥിതി ശാന്തമാണ്. അതിർത്തികളിലൊക്കെ തന്നെ ശാന്തമായ ഒരു സ്ഥിതി ആണ് തുടരുന്നത്. രാത്രിക്ക് ശേഷം അതിർത്തി മേഖലകളിൽ വെടിവയ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പഞ്ചാബിലെ അമൃത്സറിൽ മാത്രമാണ് ജാഗ്രതാ നിർദ്ദേശം തുടരുന്നത്. എന്തായാലും പാകിസ്ഥാന്റെ തുടർ നീക്കങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. കൃത്യമായി അത് വിലയിരുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ഇത്തരത്തിലൊരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയതിന് കാരണം അമേരിക്കയാണെന്നുള്ള അവകാശവാദവുമായി ഇന്നലെ വൈകുന്നേരം തന്നെ ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും ട്രംപിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു പോസ്റ്റ് വരികയാണ്. കശ്മീരിൽ പ്രശ്നപരിഹാരത്തിൽ ഇടപെടാമെന്നുള്ള ഒരു കാര്യമാണ് ട്രംപ് ആ പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയിലെത്താൻ അമേരിക്ക പങ്കുവഹിച്ചു എന്ന് ആവർത്തിച്ചു പറയുകയാണ് ട്രംപ്. ഇരു രാജ്യങ്ങളുമായും വ്യാപാര ബന്ധം കൂട്ടാനുള്ള നടപടികൾ തുടങ്ങുകയും ചെയ്യും എന്നുള്ളതാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ആക്രമണം നിർത്താൻ തീരുമാനിച്ച രാഷ്ട്ര തലവന്മാർക്ക് അഭിനന്ദനമെന്നും ട്രംപ് പറയുന്നുണ്ട്. എന്തായാലും ഈ ട്രംപിന്റെ ഈ അവകാശവാദം അങ്ങനെ നിലനിൽക്കുമ്പോഴും അത് ഇന്ത്യ ഇതുവരെ ഓൺ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിനെ കൃത്യമായി അത്തരത്തിലും മൂന്നാമതൊരാൾ ഇടപെട്ടതായൊന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വ്യക്തത വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഐശ്വര്യ, എന്തായാലും വളരെ നിർണായകമായ മണിക്കൂറുകൾ തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചോളം ഇനി നമുക്ക് കാത്തിരിക്കേണ്ടത്.